ആയത്തുകൾ കേട്ടിട്ട്, അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്ത മനുഷ്യ, നിസാരമായ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയുന്ന മനുഷ്യ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിച്ചവന്റെയല്ല, വ്യഭിചരിച്ചവന്റെയല്ല, പലിശ തിന്നവന്റെയല്ല, നിസ്കരിക്കാത്തവന്റെയല്ല, അഹങ്കാരിയുടെയല്ല, ശിർക്ക് ചെയ്തവന് കിട്ടുന്ന ശിക്ഷ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. അല്ലാഹു തങ്ങൾ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങന്മാരെയൊക്കെ ഇരുത്തിയിട്ട് വഴൽ പറയാന്ന് വെച്ചാൽ വലിയ പാടുള്ള കാര്യമാണ്. ഞാനൊരു മുത്താലിയമ്മ, തങ്ങൾ എന്തെങ്കിലും അത് വീട് വന്നാൽ പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയൊക്കെ ആൾക്കാർ വളർന്നു പോയാലും ഉസ്താദന്മാരെ കാണുമ്പോൾ മുത്താലിയമ്മയുടെ കാലിടിക്കുമെന്ന അത് പറഞ്ഞിട്ട് കാര്യമില്ല. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കാത്ത ആരുമില്ല. ഓതാൻ അറിയാത്തവനും കേൾക്കും. എല്ലാവരും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരാ, പക്ഷെ കേട്ടാൽ അതിനെ പരിഗണിക്കൂല. അത് നമ്മളോടൊന്നും പറയുന്നതല്ല, വളരെ നിസ്സാരമായിട്ട് ആ ഖുർആനിൻ്റെ ആയത്തുകൾ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ തെള്ളിക്കളയുന്നതല്ലാതെ അധികം പേരും അതിനെ ഉൾക്കൊള്ളുന്നില്ല, ഖുർആനിനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അതിന് നൽകേണ്ട സ്ഥാനം നമ്മളിൽ പലരും നൽകാതെ വരുമ്പോൾ ആ ഖുർആനിന്റെ മഹത്വം എന്താണ്, അതിന്റെ ശ്രേഷ്ഠത എന്താണ്, നമ്മളിൽ പലരും അവിടെ നിന്ന് പരിഗണിക്കാതെ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉളുവില്ലാതെ തുടർന്നവരുണ്ടല്ലോ, ആ ഖുർആനിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, ആയത്തുകൾ കേട്ടിട്ട് വളരെ നിസാരമായതിനെ തള്ളിക്കളയുന്നവരുണ്ടല്ലോ. നമുക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നമ്മളിൽ പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. هذا القرآن على جبل لرأيته خاشعا متصديا من خشية الله. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എങ്ങാണ് അല്ലാഹു ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും അവിടെ നിന്ന് ധൂളികളായി പോകുമായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിക്കുന്നവരുണ്ടല്ലോ, അതിനെ നിസാരമായി തള്ളിക്കളയുന്നവരുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അവരെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ 10 ആയത്തുകളല്ലാതെ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ഒരു ഹദീസ് പോലും ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനിലെ 10 ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാ. ഈ 10 ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവനെ, എന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാത്തവനെ, അത് കേട്ടിട്ട് നിസാരമായി തള്ളിക്കളയുന്നവന് നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അദാബുകളെ കുറിച്ച്, നിനക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന ശിക്ഷകളെ കുറിച്ച് അല്ലാഹു പറയുന്ന 10 ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഈ ഖുർആനിന്റെ ആയത്ത് ഞാനും നിങ്ങളും കേൾക്കുകയാണ്, ഞാനും നിങ്ങളും ഈ ആയത്ത് കേൾക്കുകയാണ്. ഇതിനെ പരിഗണിക്കാത്തവൻ അല്ലാഹു തരുന്ന ശിക്ഷയാ, ഇതിനെ ഉൾക്കൊള്ളാത്തവൻ അല്ലാഹു തരുന്ന ശിക്ഷയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്ത മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه
ആയത്തിങ്ങനെ ഓതി വരുമ്പോ അവസാനം അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ട് പരിഗണിക്കാതെ തമാശ പോലെ തള്ളിക്കളഞ്ഞിട്ട് നിസാരമാക്കുന്നവരെ, നിന്ദിക്കുന്നവരെ, പരിഗണിക്കാത്തവരെ അല്ലാഹു പറയുന്നു, നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വൈന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദന്നബദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വൈന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദന്നബദാ. പേടിക്കണം ഉപ്പമാര്, പേടിക്കണം മുസ്ലിമേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ, നമ്മളുടെ വീടുകളിൽ പലരുടെയും വീട്ടിൽ പ്രായം ചെന്ന 50 കഴിഞ്ഞ 60 കഴിഞ്ഞ ബാപ്പമാരുണ്ടല്ലോ. മുടിയൊക്കെ നരച്ചുപോയ, ഒരുപാട് രോഗങ്ങൾ പിടിച്ച, മരണമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ. ആ പിതാവ് നിസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, ഖുർആൻ ഓതാതെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുമ്പോ മക്കൾ ഉസ്താദന്മാരുടെയും തങ്ങളുമാരുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, തങ്ങളെ എന്റെ ഉപ്പാന് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ, എന്റെ വാപ്പ നന്നാകുന്നില്ല. 50ഉം 60ഉം വയസ്സായിട്ട് എന്റെ വാപ്പയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല, ഒരു വഖ്ത് പോലും നിസ്കരിക്കുന്നില്ല, എന്റെ വാപ്പ ഖുർആൻ ഓതുന്നില്ല, എന്റെ ഉപ്പയൊന്ന് നന്നാകാ ദുആ ചെയ്യണേ. എന്റെ വാപ്പയുടെ കള്ളുകുടി മാറാ, പെണ്ണുപിടി മാറാ, എന്റെ ഉപ്പാന്റെ ദുസ്വഭാവങ്ങളൊന്ന് മാറി നന്നാകാൻ ദുആ ചെയ്യണേ എന്ന് തങ്ങളോട് പറയുന്നവരുണ്ടല്ലോ. പടച്ചവനെ, മക്കള് പറയുന്നു, അല്ലാഹുവേ, മുടി മുഴുവനും നരച്ചുപോയ 50ഉം 55ഉം 60ഉം വയസ്സുള്ള ഉമ്മമാരുണ്ടല്ലോ. പടച്ചവനെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാ പടച്ചവനെ, നിസ്കാരപ്പായിലിരുന്ന് ദിക്ർ പറയേണ്ട സമയമാണല്ലോ. സൂറത്തുൽ വാഖിഅയും സജദയും മുൽക്കും തബാറക മുൽക്കും അതുപോലെ റഹ്മാനും യാസീനുമെല്ലാം പാരായണം ചെയ്യേണ്ട സമയമാണ്. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലുള്ള സമയം. ആ പുണ്യമായ സമയത്ത് പ്രായം ചെന്ന ഉമ്മ TV കണ്ടിട്ട്, സീരിയൽ കണ്ടിട്ട് കരയുകയാ. മക്കള് പോലും അവിടെ അത്ഭുതപ്പെടുന്നു, എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ. പടച്ചവനെ, നന്നാകാ ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിന്റെ ഉമ്മ നന്നാകാത്തത്, നിന്റെ വാപ്പ നന്നാകാത്തത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കഥ പറഞ്ഞു തരാ. 18ഉം 19ഉം വയസ്സുള്ള പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. അവസാനം എവിടെ നിന്നെങ്കിലും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. 18 കൊല്ലം പൂറ്റി വളർത്തിയ പൊന്നുമോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വാപ്പയും ഉമ്മയും തല്ലുമല്ലോ. ഭീഷണിപ്പെടുത്തി നോക്കി, തല്ലി നോക്കി, സ്നേഹിച്ചു നോക്കി, ഉപദേശിച്ചു നോക്കി, അവരുടെ മുന്നിൽ കിടന്ന് നിലവിളിച്ചു നോക്കി. മക്കളെ, അല്ലാഹനെ മറന്നിട്ട് പോകല്ലേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ 18 വയസ്സുകാരിയുടെ കാലിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാ, നീ പോയാ ജീവിച്ചിരിക്കില്ല മോളെ, ഇനി മരിക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല. വാപ്പ തന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചിട്ട് കരയുന്നു, മോളെ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തല്ലേ, അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കല്ലേ. അതാ തന്റെ വാപ്പയും ഉമ്മയും തന്റെ പൊന്നാര മകളുടെ കയ്യിൽ കിടന്ന്, കാലിൽ കിടന്ന് കരയുകയാ. പരിഗണിക്കുന്നില്ലല്ലോ. കുടുംബക്കാരുമെന്ന് ഉപദേശിക്കുമല്ലോ, കൂട്ടുകാരുമെന്ന് ഉപദേശിക്കുമല്ലോ, പള്ളിയിലെ ഖതീബ് ഉപദേശിക്കുമല്ലോ. ആരൊക്കെ ഉപദേശിച്ചിട്ടും അവസാനം കോടതിയിൽ ചെല്ലുമ്പോ 18 വയസ്സുകാരി പറയുകയാ, എന്റെ മാതാപിതാക്കളെ എനിക്ക് വേണ്ട, എനിക്കെന്റെ സ്നേഹിക്കുന്ന എന്റെ കാമുകനെ മതിയെന്ന് പറഞ്ഞ് കണ്ടവന്റെ കൂടെ പോകാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തന്നെ ചോദിക്കുമല്ലോ, എടോ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും 50ഉം 60ഉം 65ഉം 70ഉം വയസ്സായിട്ട് നന്നാകാത്ത എത്രയോ വാപ്പമാരെ നമുക്ക് കാണാം.
എത്രയോ ഉമ്മമാർ മഗ്രിബ് കഴിഞ്ഞാൽ ഇപ്പോഴും ടി വിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കണ്ടിട്ട് കരയുകയാ. ഇന്നുവരെ ഖുർആൻ ഓതിയിട്ടോ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടോ കരഞ്ഞിട്ടില്ല. ഒരു മയ്യത്ത് സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ പോലും കരയാത്തവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാവരും ഉപദേശിക്കുന്നു. ഉമ്മ കരയുന്നു, വാപ്പ കരയുന്നു, അടിച്ചു നോക്കി, ഉപദേശിച്ചു നോക്കി, സ്നേഹിച്ചു നോക്കി, ആരെല്ലാം പറഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ തീരുമാനത്തിലൊരു മാറ്റമില്ല. എന്തേ അതിൻ്റെ കാരണം? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് പള്ളിപ്പറമ്പിൽ സലാം പറഞ്ഞതുപോലെയുണ്ട്. ഖബറാളികൾ വരെ സലാം അടക്കുന്ന നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ റമളാനിൻ്റെ 1-ാമത്തെ ദിവസം തന്നെ സർവ്വ ഇബിലീസുകളെയും മലക്കുകൾ പിടിച്ച് ചങ്ങലയ്ക്കിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. റമളാനിൻ്റെ 1-ാമത്തെ ദിവസം തന്നെ എല്ലാ ഇബിലീസുകളെയും ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലയ്ക്കിടൂലേ? ഇടുവോ ഇല്ലേ? നിങ്ങളെന്താ അപ്പം എൻ്റെ മുഖത്ത് നോക്കണേ? ഇടുവോ ഇല്ലേ? ഇടും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. മുത്തല്ലിങ്ങളൊക്കെ ഇരിക്കടാ, നിങ്ങളിരുന്ന മക്കളെ ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. നിങ്ങളെൻ്റെ മുഖത്ത് നോക്കുന്നത് കാണുമ്പോൾ പൈസ മേടിച്ചിട്ട് മുങ്ങി നടന്ന ഒരു ചങ്ങാതിയെ തിരിച്ചു കിട്ടിയ ഒരു പ്രതീതി. അങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണേ. ഒരു 3 സലാത്ത് പറഞ്ഞ് ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താൻ പോട്ടെ. പറ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അപ്പോൾ ഇൽമു പഠിച്ചോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ സഹാബി കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? നബി തങ്ങൾ ആ ചെറുപ്പക്കാരനായ സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാ, റാഹത്ത് ഖൈർ, സുഖമാണ് നബിയെ, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതൊരു ചങ്ങാതി കയറി വന്നു. തൊട്ട് പുറകിൽ രണ്ടാമതൊരാൾ വന്നു. ആ സഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, എനിക്ക് സുഖമാ, ഖൈർ. നബി തങ്ങൾ ദുആ ചെയ്തില്ല. അപ്പോൾ അതിൽ എനിക്ക് ദുആ ഇല്ലേ നബിയെ? എനിക്ക് ദുആ ഇല്ലേ? നബി തങ്ങൾ പറഞ്ഞു, നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ഇനി പറ, സുഖമാണോ? 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 ഇത് പറഞ്ഞാൽ അള്ളാഹു അതങ്ങ് നിലനിർത്തി തരും. അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യുക? സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസം എത്തുമ്പോൾ സർവ്വ ഇബ്ലീസുകളെയും പിടിച്ച് മലക്കുകൾ ചങ്ങലയിൽ ഇടുവോ ഇടില്ലേ? ഇടും. എന്നാലും നോമ്പ് പിടിക്കാതെ പള്ളിയിൽ കയറാതെ ചില കാക്കാമാർ നടക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ പേര് മുണ്ടും മടക്കി കുത്തി റമളാൻ മാസത്തിൽ പരസ്യമായിട്ട് ഇവിടുത്തെ ഹൈന്ദവൻ പോലും അമുസ്ലിം പോലും നോമ്പ് പിടിക്കും. അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന റമളാൻ മാസത്തിൽ മുസ്ലിമായ കാക്ക മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ചുകൊണ്ട് നടക്കാം. ഓൻ്റെ ശരീരത്ത് കൂടിയിരിക്കണ ഇബ്ലീസ് ഏതാന്ന് നമുക്കറിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാതെ വരുമ്പോ, അതിനെ നിസാരമാക്കുമ്പോ, അതിനെ ഉൾക്കൊള്ളാതെ നിനക്ക് തോന്നുന്നത് പോലെ പുച്ഛിച്ച് തള്ളിയിട്ട് നടക്കുമ്പോ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? ഹിദായത്തിന്റെ വെളിച്ചം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരൂല. ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, ഈമാനിന്റെ വെളിച്ചമുണ്ടല്ലോ,
അത് നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനത എവിടെന്ന് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കാണുമ്പോ അവര് മൂസാ നബി അലൈഹിസ്സലാമിനെ വല്ലാതെ ഉപദ്രവിക്കുമ്പോ മൂസാ നബി എവിടെന്ന് ചോദിക്കുന്നു, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണല്ലോ, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എവിടെന്ന് പറയുകയാ. ഫലമ്മാ സാഹൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഒളിച്ചോടിപ്പോയി തിരിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ ഉപദേശിച്ചിട്ട് അവളെ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? വാപ്പാ, നീ പറയുന്നത് നിന്റെ പൊന്നുമകള് കേൾക്കുന്നില്ലല്ലോ. അല്ലാഹു അവളുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹു അവളുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹു അവളുടെ ഹൃദയം സീലി വെച്ചിരിക്കുകയാ. നീ പറയുന്ന ഒരു നന്മയും നിന്റെ മകള് കേൾക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് 50 60 വയസ്സ് കഴിഞ്ഞിട്ട് നിന്റെ വാപ്പ നന്നാകാത്തത്? ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു, എന്നിട്ടും വാപ്പ നന്നാകാത്തതിന്റെ കാരണം നിനക്കറിയണ്ടോ? സീരിയൽ കണ്ട് കരയുന്ന നിന്റെ പെറ്റുമ്മയെ കണ്ട് നീ കരയുന്നല്ലോ. ആ പ്രായം ചെന്ന ഉമ്മ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഉമ്മയുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. അവിടുത്തെ ഹൃദയമങ്ങ് സീലി വെച്ചിരിക്കുകയാ. പറയുന്നതൊന്നും കേൾക്കുന്നില്ല, പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിൽ ചെന്നാലല്ലേ നന്നാകാൻ പറ്റൂ. എടോ, അല്ലാഹു നിന്നെ നന്നാക്കില്ല. അല്ലാഹുവിന്റെ കലാമിനെ നീ നിസാരമാക്കിയാൽ, ആ ഖുർആനിനെ നീ കളിയാക്കിയാൽ, ആ ഖുർആനിനെ നീ പരിഗണിക്കാതെ വന്നാ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹു നിന്നെ കൈവിടുകയാ. പിന്നെ ഒരിക്കലും നീ നന്നാകില്ല. നിന്നെ നന്നാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഒരാൾക്ക് നന്നാകണമെന്ന് തോന്നിയ ഒരാൾ അല്ലാഹു ഒറ്റയടിക്കങ്ങ് നന്നാക്കില്ല. നന്നാകണമെന്ന് തോന്നിയാലേ അല്ലാഹു നന്നാക്കൂ. ഒരാൾക്ക് തോന്നണം എനിക്ക് നന്നാകണം, അങ്ങനെ തോന്നിയാൽ മാത്രമേ അവന് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് തന്നെ ചരിത്രം അറിയുമല്ലോ. 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ, 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി, അല്ലാ, ഞാൻ 99 കൊല ചെയ്തല്ലോ, എനിക്കൊന്ന് നന്നാകണം. അങ്ങനെ വരുമ്പോഴാണ് ഒരാളെ കാണുന്നത്. ഒരു കാക്കാനെ കണ്ടപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ലടാ, നീ 99 പേരെ കൊന്നവനാ, അല്ല നിനക്ക് പുറത്തു തരൂല. എന്നാ പിന്നെ നീ എന്തിനാ 100 ആകട്ടെ എന്ന് പറഞ്ഞ് അവനെ കൂടെ അങ്ങ് കൊന്നു. 100 തികച്ചു, 100 പേരെ കൊന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നു പോയപ്പോൾ ഒരു ഉസ്താദിനെ കണ്ടു. ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം പഠിക്കേണ്ടത് ഇവിടെയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യം കണ്ടത് സാധാരണ ഒരു മനുഷ്യനെ, രണ്ടാമത് കണ്ടത് ഒരു ആലിമിനെ. അതാ പറഞ്ഞത്, വിവരമുള്ളവനോട് വേണം മസല ചോദിക്കാനെന്ന്. എടാ, താടിയും തഴമ്പും നോക്കിയിട്ട് മസല ചോദിക്കരുത്. ഇൽമ പഠിച്ച ഉസ്താദന്മാർ, സയ്യിദന്മാർ, തങ്ങന്മാർ, അവരോട് വേണം മസല ചോദിക്കാൻ. അല്ലാതെ താടിയും വെച്ചുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ പറ്റൂല. ആദ്യം കണ്ടവനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുമോ? നിനക്ക് പുറത്തു തരൂല്ല. അപ്പം പിന്നെ 100 തികയ്ക്കാൻ അവനെ കൂടെ കൊന്നു. 100 പേരെ കൊന്നിട്ട് പോകുമ്പോഴാ ഇൽമ പഠിച്ച ഒരു ആലിമിനെ കണ്ടു. ആ ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ 99 100 തികച്ചിട്ട് വരികയാ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? ഉസ്താദ് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും. ഇതാണ് ആലിമ്. ഇൽമ പഠിച്ചവനും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം പഠിക്കേണ്ടത് ഇവിടെയാ. ആ ഉസ്താദ് ആലിമ പറഞ്ഞു കൊടുത്തു, അല്ല നിനക്ക് പുറത്തു തരും. ഈ പഠിക്കുന്ന എന്തിനാ? പടച്ച റബ്ബ് പുറത്തു തരും. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, ഈ നാട് നിനക്ക് നല്ല നാടല്ല, നീ ഇവിടെ നന്നായി ജീവിച്ചാലും നിന്നെ ആൾക്കാർ വിടൂല, അതുകൊണ്ട് അപ്പുറത്തൊരു നല്ല നാടുണ്ട്, നീ ആ നാട്ടിൽ പോയി താമസിക്ക്. ആ മനുഷ്യൻ ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ മരണപ്പെട്ടു.
ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ആ പോകുന്ന വഴിയിൽ ആ മനുഷ്യൻ മരണപ്പെട്ട ഉടനെ നരകത്തിൻ്റെ മലക്കും വന്നു, സ്വർഗത്തിൻ്റെ മലക്കും വന്നു. നരകത്തിൻ്റെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, 100 പേരെ കൊല ചെയ്തവനാ ഇവന് ഞങ്ങൾക്കുള്ളതാ. സ്വർഗത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, ഇവൻ നന്നായി തൗബ ചെയ്തിട്ട് വന്നവനാ, ഞങ്ങൾക്കുള്ളവരാ. മലക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ആർക്കു വേണ്ടി? ഈ മനുഷ്യന് വേണ്ടി. 100 കൊല ചെയ്ത ഈ മനുഷ്യന് വേണ്ടി മലക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. മധ്യസ്ഥനായിട്ട് മലക്കുകൾ കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗം കൊടുത്തു, സ്വർഗത്തിൻ്റെ മലക്കുകൾക്ക് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്ക് നന്നാകണമെന്ന് തോന്നിയാൽ മാത്രമേ അല്ലാഹു അവനെ നന്നാക്കൂ. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ നിസാരമായി തള്ളിക്കളയുന്ന ഉപ്പമാരെ, മുസ്ലിമേ, നീ വല്ലാതെ പേടിക്കണം, നീ വല്ലാതെ ഭയപ്പെടണം. അല്ലാഹു നിനക്ക് തരുന്ന 10 ശിക്ഷകളിൽ ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വഇൻ തദൂഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദന്നബദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാ, പടച്ചവനേ, നിന്റെ ഹൃദയത്തിലേക്ക് പിന്നെ നിനക്ക് സദാ ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു നിന്റെ ഹൃദയത്തിലേക്ക് കടത്തിവിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അളുലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന രണ്ടാമതായി പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ. നരകത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും മരണത്തെക്കുറിച്ചുമെല്ലാം ആയത്തോതി കേട്ട ഉസ്താദന്മാര് പറഞ്ഞു തരുമ്പോ, എടാ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ 5 നേരം നിസ്കരിക്കണം ചെറുപ്പക്കാരാ, അല്ലാഹുവേ നോമ്പ് പിടിക്കണേ, സദക്ക കൊടുക്കണേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, ഇല്ലെങ്കിൽ പടച്ചറബ് നിനക്ക് വലിയ ശിക്ഷ തരുമടാ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കുമ്പോ, ബുദ്ധി കൂടി പോയ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഉസ്താദേ, ഇത് എന്ത് വലിയ തള്ളലാട്, നരകമൊക്കെ എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ ഭൂമിയിലാണോ? ഇതൊക്കെ ചുമ്മാതെ ഞങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുകയാണല്ലോ. പടച്ചവനെ, ഇന്നത്തെ യുവതലമുറ നരകമില്ലെന്ന് പറയുന്നവരാ, ഇതൊക്കെ ഒരു കെട്ടുകഥയാണെന്ന് പറയുന്നവരുണ്ടല്ലോ, കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതിയടാ, നരകമുണ്ടോ ഇല്ലയോ എന്ന് അല്ലാഹു നിനക്ക് കാണിച്ചു തരുമടാ. ഇന്ന് നീ നിസാരമായി തള്ളിക്കളയുന്നല്ലോ, നരകമുണ്ടോ എന്ന് പടച്ച റബ്ബ് തന്നെ നിനക്ക് കാണിച്ചു തരുമടാ. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് കാണിച്ചു തരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എപ്പോഴാണ് കാണിച്ചു തരുന്നതെന്നറിയോ? പടച്ചവനേ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, എടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ കടന്നു വരുന്നവർ, പടച്ചവനെ മലദ്വാരത്തെ കൊടികുത്തി വെച്ച് വരുന്നവർ, അല്ലാഹുവേ, നാളെ 41 കോലത്തിലെ പ്രവാചകന്റെ സമുദായം നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉടുതുണിയില്ലാതെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നഗ്നയായിട്ട് ഒരു നൂൽപന്തം പോലുമില്ലാതെ പടച്ചവനെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പേടിച്ചു വിറച്ചുകൊണ്ട് കടന്നു വരികയാ. അതാ മാടുകളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ മലക്കുകൾ നിന്നെ നയിച്ചു കൊണ്ടുവരികയാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് തലയിങ്ങനെ താഴ്ത്തിപ്പിടിച്ചിരിക്കുകയാ. എവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ, 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ. ആ സൂര്യന്റെ ചൂട് പടച്ചവനെ അസ്തമിച്ച് കഴിഞ്ഞിട്ട് പോലും നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല. ശരീരം വിയർക്കുകയാ, വല്ലാത്ത ചൂടല്ലേ.
എങ്കിൽ നാളെ പടച്ചറബിന്റെ പരലോകത്തെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുമല്ലോ. അന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിലും മുകളിലല്ല, ഒരു ചാണ് മുകളിലാ, ഒരു ചാണ് മുകളിൽ അല്ലാഹു സൂര്യനെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടുവരികയാ. ആ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും നിൽക്കുമല്ലോ. ഇതൊന്നും ഒരു ചൂടല്ലടോ, ഇതൊന്നും ഒരു ചൂടല്ലടോ. ചൂടെന്നാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. മോനെ, മണ്ണും വെള്ളവും ചേർത്തുണ്ടാക്കുന്ന ചെളി കൊണ്ടുണ്ടാക്കുന്ന കട്ട കണ്ടിട്ടുണ്ടോ? അത് വെളിയിൽ വെച്ച് ഉണക്കുമല്ലോ, അത് അടുക്കി വെക്കുമല്ലോ. പച്ചവിറക് വെട്ടിക്കൊണ്ടുവന്ന് പുകയ്ക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? എടാ, ഓച്ചിറയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ചുമടുമായിട്ട് പോകുന്ന കാളവണ്ടി കണ്ടിട്ടുണ്ടല്ലോ? ആ കാളയുടെ വായിലൂടെ പതയും നുരയും ഒലിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ? ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ജനങ്ങളെ കാണാ. നിന്റെ ഉമ്മ അടുക്കളയിൽ വെച്ച് ചോറ് വെക്കുമല്ലോ, ചോറ് തിളച്ചു മറിയുമല്ലോ. പാത്രത്തിന്റെ അകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവേ, ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന മൂളയുണ്ടല്ലോ, നിന്റെ തലച്ചോറുണ്ടല്ലോ, നാളെ പരലോകത്ത് വെച്ച് തിളച്ചട്ടിങ്ങനെ ഒഴുകുകയാ, മുഖത്തുകൂടെ ഇങ്ങനെ ഒലിക്കുകയാ. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. യാ വൈലതാ യാ ഹസ്റതാ. നീ തന്നെ ശപിക്കുകയാ, നീ തന്നെ നിലവിളിക്കുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിങ്ങനെ നിൽക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്കിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാ നരകത്തെ കൊണ്ടുവരിക? എനിക്കതിന് കഴിയില്ലല്ലോ, എനിക്കതിന് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്കേ, അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ്. ചങ്ങല എടുത്തുകൊണ്ട് വരികയോ, ചങ്ങല എടുത്തുകൊണ്ട് വരികയോ. നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുകയാണ്. മോനെ, 70,000 ചങ്ങലകളിലോ, 70,000 ചങ്ങലകളിലോ നരകത്തിന്റെ ഒരു ഭാഗത്തെ ഇങ്ങനെ ബന്ധിപ്പിക്കുമല്ലോ. എന്നിട്ട് മലക്കുകളെ ചങ്ങലയെടുക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. 70 ചങ്ങലകളിൽ പടച്ചവനെ 70,000 വെച്ച് മലക്കുകള്. അല്ലാ, നീ ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, ചങ്ങലയിൽ കൊളുത്തുകൾ ചേർത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലിപ്പമല്ലടാ, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയോ? ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാ. അങ്ങനെയുള്ള ചങ്ങലകളില് നരകത്തെ ഇങ്ങനെ കൊണ്ടുവരികയാ. വൈദാറഅതഹും മിൻ മകാനിൻ ബഈദ്.
പിന്നീട് ആ നരകത്തെ ഇങ്ങനെ പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോ ഇല്ലെന്ന് പറഞ്ഞ നീയുണ്ടല്ലോ, ഇല്ലെന്ന് പറഞ്ഞ നീയുണ്ടല്ലോ, അതേ നാവ് കൊണ്ട് നീ അല്ലാഹുവിനോട് പറയുകയാ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞാൻ കണ്ടു തമ്പുരാന്, എന്റെ കണ്ണുകൊണ്ട് നരകം കണ്ടു നാഥാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞ, ഞാൻ കളിയാക്കിയ, ഞാൻ പരിഹസിച്ച നരകത്ത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു റബ്ബേ, അതിന്റെ വലിപ്പം കണ്ടു റബ്ബേ, അതിന്റെ തീ കണ്ടു റബ്ബേ. അല്ലാഹുവേ, റബ്ബനാ, എന്റെ രക്ഷിതാവേ, അബ്സറിനാ വസമിഅനാ, കേട്ടു റബ്ബേ, എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ. ആ നരകത്തിന്റെ വിളിയും അതിന്റെ അട്ടഹാസവും എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, തെണ്ടുവടാ ചെറുപ്പക്കാരാ, നാളെ പരലോകത്ത് കടന്ന് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, നിസ്കരിക്കാൻ പറയുമ്പോ നിനക്ക് പുച്ഛമല്ലേടാ, കളിയാക്കുകയില്ലേ? അത് ഉസ്താദന്മാർക്ക് മാത്രമുള്ളതാ, അത് പ്രായമുള്ളവർക്ക് മാത്രമുള്ളതാ. നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ അതാ പ്രായം ചെന്ന രോഗം പിടിച്ച വാപ്പമാര് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ പള്ളിയിലേക്ക് പോകുന്നത് കാണുന്നവനാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്നതിന്റെ ശബ്ദം നിന്റെ വീട്ടിലിരുന്ന് കേൾക്കുമല്ലോടാ. നിസ്കരിക്കാൻ പോകാൻ മടിയില്ലേ? സദഖ കൊടുക്കാൻ പറയുമ്പോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ പറയുമ്പോ, അല്ലാഹുവേ, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതടാ, അല്ലാഹുവിനെ മറന്നു നടക്കരുത്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ തിന്നരുത്. മോനെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കടാ, അല്ലാഹുവിന്റെ അടിമയെ പോലെ നടക്കടാ. നീ പറയുന്നതില്ല ഉസ്താദ്, ഈ ആയുസ് ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്, നിങ്ങളെ പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല. അല്ലാഹു തന്ന ആയുസ് അടിച്ചു പൊളിക്കാനുള്ളതാണ്. മുടി വളർത്തിയിട്ട് പടച്ചവനെ കീറിയ പാൻഡമിട്ടുകൊണ്ട് ഫാഷൻ കണക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഇന്ന് ഉസ്താദന്മാരെ കളിയാക്കുകയാ. ഇന്ന് ഉസ്താദന്മാര് പറയും, ഖുർആനിന്റെ ആയത്തൊക്കെ ഓതിയിട്ട്, ഹദീസ് ഓതിയിട്ട് പറയും, മോനെ, അള്ളാനെ പേടിച്ച് ജീവിക്കണോടാ, നീ അള്ളാടെ അടിമയാടാ, നീ നേരെ ചൊവ്വ നടക്കടാ, ഇങ്ങനെ മുടി വളർത്തല്ലേ മോനെ, ഇങ്ങനെ മുടി വളർത്തല്ലേ മോനെ, പടിപടിയായിട്ട് മുടി വളർത്തല്ലേടാ, മലക്കുകളുടെ ശാപം കിട്ടൂടാ. ഉസ്താദിന്റെ പണി നോക്ക്. ഉസ്താൻ ഇത് വല്ല അറിയാവോ? ഉസ്താൻ ഇതുവല്ല അറിയാവോ? ഇന്നത്തെ കുട്ടികളൊക്കെ പറച്ചവനെ കണ്ടിട്ടില്ലേ, ഉമ്മ ബാക്കിലേക്ക് മുടി വളർത്തുന്നു, മകൻ ഫ്രണ്ടിലേക്ക് വളർത്തുന്നു. എത്ര വ്യത്യാസമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ മുടികൾ, പടച്ചവനെ, ഏറ്റവും വലിയ സങ്കടം, മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ആണിൻ്റെ ഔറത്ത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം താടിയും തഴമ്പുള്ള വാപ്പാ, നിന്റെ മോൻ്റെ തൊട കീറി കിടക്കുകയാ. ആദ്യം അവന് നല്ല ഒരു പാൻറ് വാങ്ങിച്ചു കൊടുക്ക്. അള്ളാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ.